എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചാണ് പറയുന്നത്. അതെ, എൻ്റെ തലയിൽ തുപ്പിയിരിക്കുന്ന ചിഹ്നം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-2 ലിവർപൂളിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് തോൽപ്പിച്ചിരിക്കുന്നു. കളി ആദ്യ പകുതി മൊത്തം യുണൈറ്റഡിന്റെ ആയിരുന്നു. 2 ഗോൾ അടിച്ച് യുണൈറ്റഡ് ഞെട്ടിച്ചു. രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ ആ ആധിപത്യം യുണൈറ്റഡ് നേരെ ലിവർപൂളിന് കൊടുത്തു എന്ന് പറയാൻ എനിക്കിഷ്ടം. അല്ലാണ്ട് ലിവർപൂൾ അതങ്ങ് തട്ടിയെടുത്തു എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. യുണൈറ്റഡ് അങ്ങോട്ട് കൊടുത്തു, നിങ്ങൾ എടുത്തോ, സെക്കൻഡ് ഹാഫിന്റെ ആധിപത്യം അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ 2 യുണൈറ്റഡിനെ കിട്ടി. പിന്നെ 77 മിനിറ്റിൽ കോബി മൈന്യു ഒരു ഗോൾ അടിച്ചു. അത് വിജയ ഗോളായിരുന്നു. അങ്ങനെ 3-2 വിജയം സ്വന്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് വിലപ്പെട്ട 3 പോയിന്റും സ്വന്തമാക്കി. മിക്കവാറും അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിന്റെ മണിമുറ്റത്ത് എന്ത് ചാമ്പ്യൻസ് ലീഗിന്റെ അലയൊലികൾ കേൾക്കാൻ സാധിക്കും എന്നൊരു കാര്യമാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ചാമ്പ്യൻസ് ലീഗിനെ യോഗ്യത നേടുന്നത്. ആലോചിക്കണം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലെയുള്ള ജയന്റ് ക്ലബ്ബ് വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുക എന്ന് പറയുന്നത് അവസ്ഥകൾ അങ്ങനെയായിരുന്നു. സർപ്രൈസിങ് അവരുടെ കാര്യമില്ല. കാരണം യുണൈറ്റഡ് ആണ് ഓരോ ചാമ്പ്യൻസ് ലീഗ് സീസണിലും കളിക്കേണ്ട ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അനുവദിക്കാത്ത കാരണം കൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയായി. എന്തായാലും അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗിന്റെ മത്സരങ്ങൾ ഓൾഡ് ട്രാഫോർഡിൽ നടക്കാനുള്ള സൂചനകൾ ഒക്കെ ഉണ്ട്. സൂചനകളല്ല, വ്യക്തമായത് തന്നെ ഉണ്ട്. ഇനി ആ കൂടി 3 മത്സരങ്ങൾ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബാക്കിയുള്ളൂ. അത് ഒന്ന് ബ്രൈറ്റനെതിരെയാണ് അവസാന മത്സരം. അതിന് തൊട്ട് മുമ്പത്തെ മത്സരം നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ട്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത മത്സരം സണ്ടർലൻഡ് ആയിട്ടാണ്. ഈ 3 കളിയിൽ ഒരു കളിയെങ്കിലും ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഫൈനൽ ടോപ്പ് 4 ഉറപ്പിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 61% ബോൾ പൊസിഷൻ ലിവർപൂളിനുണ്ടായിരുന്നു. വെറും 39% ബോൾ പൊസിഷൻ വെച്ചിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി ജയിച്ചത്. ഇനിയിപ്പോൾ ആദ്യ പകുതിയിൽ കുന്നിയും പിന്നെ സെസ്കോയാണ് ലിവർപൂളിനെ ഞെട്ടിച്ചത്. ഞാനും ഞെട്ടിപ്പോയി. 2 ഗോളൊക്കെ അടിക്കണം. പടച്ചു. ഇതിന്റെ മുമ്പത്തെ കളി ബ്രെൻഫോർഡ് 2-1 തോൽപ്പിച്ചത്. അത് 1 ഗോളിന്റെ ഡിഫറൻസ് തോൽപ്പിച്ചത്. ലിവർപൂളിന് കളി തുടങ്ങിയപ്പോൾ തന്നെ 2 ഗോൾ അടിച്ച്, അതും കുന്നിയും സെസ്കോയും ഗോൾ അടിച്ച് 2 ഗോൾ ലീഡ് എടുക്കുന്നു. ഓക്കെ, ഫൈൻ. 1 ഗോളും കൂടി അടിച്ച് 3-0 ഒരു വിജയം സ്വന്തമാക്കുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ് പിന്നെയും ഒരു അസിസ്റ്റ് കൊടുത്തിരിക്കുന്നു. ആ അസിസ്റ്റ് കൊടുത്തിട്ട് സെസ്കോയാണ് ഗോൾ അടിച്ചത്. അത് കയ്യിൽ ടച്ച് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു വിവാദപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഗോൾ അനുവദിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ ബ്രൂണോയുടെ പേരിൽ ഒരു അസിസ്റ്റ് കൂടി. എൻ്റെ അനുസരിച്ച് ഇപ്പോൾ 19ാമത്തെ അസിസ്റ്റാണ് ബ്രൂണോ ഈ പ്രീമിയർ ലീഗ് സീസണിൽ അടിച്ചു കൂട്ടുന്നത്. ഈ സീസണിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, പ്ലെയർ ഓഫ് ദി എൻ്റയർ സീസൺ ആവാനുള്ള യോഗ്യത ബ്രൂണോയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് മനസ്സിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ബ്രൂണോ ഒരു അസിസ്റ്റ് കൂടി ചേർത്ത് 19 എൻ്റെ അറിവ് 20 ഓൾ ടൈം സ്കോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 19 ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ടോപ്പിലെത്തും. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. അങ്ങനത്തെ അവസ്ഥയിലാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യ പകുതി 2 ഗോൾ അടിച്ചിട്ട് യുണൈറ്റഡ് 2 ഗോൾ അടിച്ചിട്ട് ആദ്യ പകുതി അവസാനിപ്പിച്ചു. സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് ലിവർപൂളിനോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യ പകുതി ആസ്വദിച്ചില്ലേ, അത് കാരണം നിങ്ങൾ രണ്ടാം പകുതി നിങ്ങൾ ആസ്വദിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്നേ ഞാൻ പറയുള്ളൂ. കൊടുത്തു. അമാദിന്റെ ഒരു മിസ് പാസിലൂടെയാണ് സബോസ്ലൈക്ക് ഫസ്റ്റ് ഗോളിക്കാൻ ചാൻസ് കിട്ടുന്നത്. അമാദിന്റെ മിസ് പാസ് പിടിച്ചെടുത്ത സബോസ്ലായി ഫ്രണ്ടിലേക്ക് കയറുന്നു. ബോക്സിന്റെ ഉള്ളിൽ അങ്ങോട്ട് പാസ് കൊടുക്കണോ ഇങ്ങോട്ട് പാസ് കൊടുക്കണോ എന്ന് ചിന്തിച്ച് നിന്ന് സബോസ്ലായി അവസാനം സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഷോട്ട് അടിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസിനെയും ഗോൾ കീപ്പർക്കും ആ ബോൾ പോകുന്ന വഴി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ ഗ്രൗണ്ട് ഷോട്ട്, അത്ര പവറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗോളിൽ കയറി 1 ഗോൾ അടിച്ചു. പിന്നെ കാണുന്നത് ലിവർപൂളിന്റെ അറ്റാക്കിംഗ് ആണ്. അടുത്ത ഗോളും യുണൈറ്റഡ് അങ്ങോട്ട് സമ്മാനിച്ചു, നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ലാമിൻസിന്റെ ഒരു മിസ് പാസ്, ലാമിൻസ് അത് ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു. മര്യാദക്ക് ക്ലിയർ ചെയ്യല്ല, ലാമിൻസ് അത് കൃത്യമായിട്ട് ഒന്നെങ്കിൽ ശരിക്കും അങ്ങോട്ട് നേരെ അടിച്ച അങ്ങോട്ട് അക്കരെ എത്തിക്കണമായിരുന്നു, ഇല്ലാച്ചെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു. ഇത് ലാമിൻസിന്റെ മിസ് പാസ് വഴി ആ ബോള് ലിവർപൂൾ താരങ്ങൾക്ക് കിട്ടുന്നു. ലിവർപൂൾ ഒരു 1 ടച്ച് പാസ് അടിച്ചിട്ട് ജസ്റ്റ് ഗാൽപ്പോ അത് ഗോളിയില്ല പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റുന്നു. സിമ്പിൾ. 2-2 സമനില. 2 ഗോളിന്റെ ലീഡിന് ശേഷം 2-2 സമനിലയിൽ ആവുന്ന അവസ്ഥ. അവസാനം 77 മിനിറ്റിൽ നമ്മുടെ കമാദാർ മെയിനു ഇപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. മെയിനു ഒരു ഗോൾ അടിക്കുന്നു.
മത്സരം അവസാനിക്കുന്നു 3-2 ജയിക്കുന്നു. എന്തായാലും മൈക്കിൾ കാരിക്കിന് ശ്വാസം വിടാം. കാരണം മൈക്കിൾ കാരിക്ക് കഴിഞ്ഞ കളിയും ജയിച്ചു, ഈ കളിയും ജയിച്ചു. അപ്പം അങ്ങനെ വിജയം ശീലമാക്കിക്കൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. വിലപ്പെട്ട 3 പോയിന്റ് നേടി. മാഞ്ചസ്റ്ററിന് 64 പോയിന്റിന് 3-ാം സ്ഥാനത്താണ്. 4-ാം സ്ഥാനത്തുള്ള ലിവർപൂളിന് 58 പോയിന്റാണ്. സെയിം 58 പോയിന്റുള്ള ആസ്റ്റൺ വില്ലേന് നമുക്ക് കാണാൻ പറ്റും. ആസ്റ്റൺ വില്ല വേഴ്സസ് ടോട്ടനം മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോ വേറെ. കാരണം ടോട്ടനം റെലഗേഷൻ ബാറ്റിലൂടെ കടന്നു പോകുന്ന ടീമാണ്. എനിവ എന്തായാലും 3 പോയിന്റ് കിട്ടി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 3-ാം സ്ഥാനം ഒന്നും കൂടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്.